കുറേ പേർക്കുള്ളൊരു കാര്യമാണ്. മേനുവാണ് ഫസ്റ്റ് മെസ്സേജ് വളച്ചത്. അവന് പെണ്ണുങ്ങളെ വളച്ച് വീഴ്ത്തി കൊല്ലാനറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വരുന്നത് കൊണ്ട് ഞാനിത് റിയാക്ട് ചെയ്യുന്നതാണ്. ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് സഫ മെഹനുവിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. സഫ മെഹനു ചാനൽ എന്ന് പറഞ്ഞ യൂട്യൂബിന് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മളെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നൊരു വിഷയമായിരുന്നു. മെഹനാസ് വീണ്ടും രണ്ടാമത്തെ ഭാര്യ സഫ മെഹനുവിനെ ഉപദ്രവിച്ചു. അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോയി. അവർ തമ്മിൽ ഡിവോഴ്സ് ആവാൻ പോവാണ്, അവർ തമ്മിൽ പിരിയാൻ പോവാണ് എന്നൊക്കെ. ഒരുപാട് കാലം ഇവർ രണ്ടുപേരും തമ്മിലുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഖാദർ കരിപ്പൊടി പബ്ലിക് കേരള എന്ന് പറഞ്ഞ ചാനലിനകത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സഫയെയും റിഫയെ ചെയ്ത പോലെ തന്നെ അവളെ ശാരീരികമായി ഉപദ്രവിച്ചപ്പോൾ അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നൊക്കെയുള്ള രീതിയിലാണ് കേൾക്കാനായിട്ട് സാധിച്ചത്. എന്തോ ആവട്ടെ, കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും രണ്ടുപേരും ഒരുമിച്ച് വന്നു, വീഡിയോ ചെയ്യാൻ തുടങ്ങി. സഫ മെഹനു പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നു. അങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് പുതിയൊരു വഴിത്തിരിവ് വരുന്നു. എന്താണെങ്കിലും സഫ മെഹനു ഭർത്താവിനെ വെളുപ്പിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു. ഭർത്താവും അതുപോലെ തന്നെ റിഫയും തമ്മിലുണ്ടായിരുന്ന ബന്ധങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു ലെങ്ത് വീഡിയോ, ഏകദേശം 38 മിനിറ്റ് നീളമുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ട സമയത്ത് എനിക്കൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ക്ലിപ്പ് കണ്ടതിന് ശേഷം തിരിച്ചു വരാം. ഫസ്റ്റ് ആരാ മെസ്സേജ് അയക്കണേന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അവളുടെ വീട്ടിൽ ഇത് അറിഞ്ഞേ പിന്നെ വീട്ടുകാർ കുറേ തല്ലി, ബ്രദർ തല്ലി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോൾ ആരാ ഫസ്റ്റ് മെസ്സേജ് അയക്കണേന്നുണ്ട്. കുറേ പേർക്കുള്ളൊരു കാര്യമാണ്. മേനുവാണ് ഫസ്റ്റ് മെസ്സേജ് വളച്ചത്. അവന് പെണ്ണുങ്ങളെ വളച്ച് വീഴ്ത്തി കൊല്ലാനറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വരുന്നത് കൊണ്ട് ഞാനിത് റിയാക്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഈ ചാറ്റിംഗ് വഴിയുള്ള ഇതിലും ഇഷ്ടം വന്നു എങ്ങനെയൊക്കെയായിരുന്നു? ഞാൻ ഫസ്റ്റ് തന്നെ ഞാനായിരുന്നു മെസ്സേജ് അയച്ചത് മേനുവിന് അങ്ങോട്ട്. അങ്ങനെ മെസ്സേജ് അയച്ച് പിന്നെ ഞാൻ ഫേക്കാന്ന് വിചാരിച്ചു. മേനു ഏതോ ഒരു ഫ്രണ്ടാണ് ചാറ്റ് ചെയ്യുന്നത്, പറ്റിച്ചതാന്ന് വിചാരിച്ചു. ഫ്രണ്ട്സ് എന്താക്കോ മെസ്സേജ് അയക്കും. എങ്ങനെ ഫേക്ക് ആയിട്ട് തുടങ്ങിയിട്ട് ഫ്രണ്ട്സ് ഫേക്ക് ഐ ഡി മെസ്സേജ് അയച്ചിട്ട് പറ്റിക്കും എന്ന് പറയാനുണ്ട്. ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്ത് വിടാം. ഫേക്കിൽ പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഫേക്കിൽ പെടാണ്ട് നോക്കലാ. അങ്ങനെയാണ് കരുതിയല്ലേ? ഫേക്കാന്ന് കരുതി. പിന്നെ എന്നോട് പറഞ്ഞു ഒരു ദിവസം വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ചപ്പാണ് സംഭവം ആയത്, സീരിയസ് ആയത്, ഒരു വിശ്വാസം വന്നത്. അപ്പൊ പിന്നെ ഫുള്ള് ചാറ്റിംഗ് ഒക്കെ ആയി, ഇഷ്ടത്തിലായി. പിന്നെ ഒരു ദിവസം എന്റെ ബ്രദർ ഞാൻ ഫോട്ടോ അയച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെനിക്ക് അടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എന്താക്കി പുറക്ക് പറഞ്ഞ് പ്രേമാന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് കാസർഗോഡ്ന്ന്, എന്താക്കണം ഉപ്പ പറഞ്ഞു. ഉപ്പ പറഞ്ഞ് എനിക്ക് ലോങ് നീ പോയിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ, നമുക്ക് അങ്ങനെ ഓവർ ഇതില്ലാത്ത ഫാമിലിയാണ് ഞങ്ങള്, നീ പോയിട്ട് രക്ഷപ്പെട്ടോ, ഓരോട് വരാൻ പറയാന്ന്. അങ്ങനെയാണ് ഫസ്റ്റ് മേനുവിന്റെ ഫ്രണ്ടും കൂടി വന്നത് വീട്ടിലേക്ക് പെണ്ണാൻ വേണ്ടിട്ട്. അങ്ങനെ എല്ലാരും ഇതൊക്കെ ആക്കി ഇഷ്ടപ്പെട്ട് കൊറേ സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ എൻഗേജ്മെന്റിന് ഉള്ള പ്ലാനിങ് ആയി. പിന്നെ മേനുവിന്റെ ഉപ്പാവും ഉമ്മാവും ഒരു ദിവസം വന്നു. അല്ല, ഞാനും പിന്നെ എന്റെ ഫ്രണ്ട് ഒത്തിരി കാണാൻ വന്ന് അവളെ കണ്ട് സംസാരിച്ച് പിന്നെ എളുപ്പാന്റെ വീട്ടിൽ പോയി ചായം കുടിച്ച് അങ്ങനെ ബ്രദറിനെല്ലാം പരിചയപ്പെട്ട് പിന്നെ നമ്മള് സംസാരിച്ച് എന്നിട്ട് എന്നോട് ഉപ്പാനും ഉമ്മാനും കൂട്ടി വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി ഉപ്പാനെ കുറെ നിർബന്ധിച്ചു. ഞാൻ കുറെ കച്ചറ ഉണ്ടാക്കി വീട്ടില്. അങ്ങനെ ഉപ്പാനെ നിർബന്ധിച്ച് ഉപ്പ ഇങ്ങനെ വിടൂല. ഉപ്പ ഒരു തീരുമാനം എടുത്ത തീരുമാനം മാറൂല. അങ്ങനെ ഉപ്പ പറഞ്ഞ എങ്ങനെ വയസ്സാവണമെന്നാണ്. അതുവരെ പിന്നെ കുറെ വെയിറ്റ് ആക്കി ലാസ്റ്റ് ആ സമയമാകുമ്പോ എന്റെ ഏട്ടനെല്ലാം സപ്പോർട്ട് എല്ലാരും കാത്തുനിന്ന്. എന്നിട്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ ഉപ്പാനോട് പിന്നെ കുറച്ച് ഉപ്പാനോട് പറഞ്ഞ ഒന്ന് ആ 18 ഒരു കൊല്ലമുണ്ട് 17 ഒന്ന് പോയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ, കണ്ട് ഉറപ്പിച്ചു നോക്കാം, അതിനുള്ള പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞു. കേട്ടില്ലേ, മേനു ഇങ്ങനെ 16 വയസ്സിലാണ് ഇവർ ഇഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് 2 വർഷം വെയിറ്റ് ചെയ്തതിന് ശേഷം മതിയെന്ന് ഉപ്പ നിർബന്ധിച്ച് പറഞ്ഞു. അപ്പോൾ മേനു പറഞ്ഞു നമുക്ക് ജസ്റ്റ് പോയി കണ്ടുറപ്പിച്ച് വെക്കാമെന്ന് പറഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കെട്ടിയത്. ഇതിൽ കൂടുതൽ ഇനി എന്ത് തെളിവ് വേണം? ഇതിനകത്ത് സഫ മെഹനു പറയുന്നത് റിഫയും അതുപോലെ മെഹനാസും തമ്മിലുണ്ടായിരുന്നു ബന്ധം എങ്ങനെ തുടങ്ങിയെന്നൊക്കെയുള്ളതാണ്. മെഹനാസിന് എതിരെ നിലനിൽക്കുന്ന ഒരു ഏറ്റവും വലിയ കേസ് എന്ന് പറയുന്നത് പോക്സോ കേസാണ്. അതായത് 18 വയസ്സാവുന്നതിന് മുന്നേ പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുകയോ അവരെ വിവാഹം കഴിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലാണ് പോക്സോ നിയമത്തിൽ പെടുക. അപ്പോൾ ഏകദേശം 16 വയസ്സ് മുതൽ സഫ മെഹനുമായിട്ട് പ്രണയത്തിലായിട്ടുള്ള മെഹനാസിനെതിരെ
നിലവിലുള്ളത് പോക്സോ കേസാണ്. പക്ഷെ ഇതിൽ പറയുന്നുണ്ട് 18 വയസ്സിന് ശേഷമാണ് അവളെ വിവാഹം കഴിച്ചതെന്നൊക്കെ. പിന്നീട് അത് ഏത് അടിസ്ഥാനത്തിലാണ് പോക്സോ കേസിലേക്ക് വന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ക്ലാരിറ്റി ഇപ്പോഴും വന്നിട്ടില്ല. എന്താണെങ്കിലും ഭർത്താവിനെ ഏറെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ മരിച്ചു പോയിട്ടുള്ള ആദ്യ ഭാര്യ റിഫ മെഹനുവിനെ കുറിച്ച് സഫ പുറത്തുവിട്ട വിവരങ്ങൾ, അതല്ലാന്നുണ്ടെങ്കിൽ പണ്ടേതോ ഒരു ചാനൽ അവർ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിലെ കുറച്ച് ഭാഗങ്ങളാണ് അവരിപ്പോൾ കാണിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ മെഹനാസ് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതായിരിക്കാം. അവൾ പറയുന്നുണ്ട് ഇത് മെഹനാസ് പറഞ്ഞിട്ടല്ല, ഞാൻ സ്വമേധയാ ചെയ്യുന്നതാണ് എന്നൊക്കെ. സഫയ്ക്ക് മെഹനാസിനോടുള്ള സ്നേഹം മുന്നേയും പല വീഡിയോസിലും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതാണ്. പക്ഷെ മെഹനാസിന് അത് എത്രത്തോളം സഫയോടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഈ ഒരു ഡ്രസ്സ് മാറുന്ന പോലെ തന്നെ വിവാഹബന്ധങ്ങളും റിലേഷൻഷിപ്സും മാറുന്നത് അത്ര നല്ല കാര്യമല്ല. മെഹനാസിനെ കുറിച്ച് മുന്നേ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അത്ര നല്ലതല്ലാത്തത് കൊണ്ട് എത്രത്തോളം അവനെ വിശ്വസിക്കാം എന്നുള്ള കാര്യത്തിനെ കുറിച്ചും എനിക്ക് വലിയൊരു ധാരണയില്ല. എന്താണെങ്കിലും നല്ല ബന്ധമാണ് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ. തുടർന്നും സഫ മെഹനു റിഫയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഇതിൽ കൂടുതൽ ഇനി എന്ത് തെളിവ് വേണം? ഇപ്പം മരിച്ചു പോയതിന് ശേഷം ഇപ്പം നമുക്കിപ്പോൾ ഈ വീഡിയോ ഇല്ലെങ്കിൽ നമ്മൾ പറയണേന്ന് അന്ന് നിങ്ങൾ ഇൻ്റർവ്യൂ ഇല്ല എന്ന് വിചാരിക്കും. ഇൻ്റർവ്യൂ ഡിലീറ്റ് ആയി പോകുന്നുണ്ടെങ്കിൽ വിചാരിക്കും. അപ്പോൾ ഇൻ്റർവ്യൂവിൽ പറയണ്ടല്ലോ നിങ്ങൾ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് മാരേജ് കഴിഞ്ഞതെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് തെളിവില്ല കാണിക്കാൻ. ഇപ്പോൾ ഈ വീഡിയോ ഒരു തെളിവുള്ളതും കൊണ്ട് മാനുവിന് ആ കേസിൽ നിന്ന് ഇതാക്കാൻ പറ്റും. കാരണം ഇപ്പം ആ കേസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അവരും കൂടിയാണ്. ഇവളുടെ ഫാമിലിയും കൂടി അതിൽ ഇൻക്ലൂഡാണ്. അത് അവർ ചിന്തിക്കല്ല. അവരെന്നെയാണ് ഇതിനുള്ള കേസ് കൊടുത്തത്. അവരെന്നെ വിചാരിച്ചാൽ മതി നമ്മളും കൂടി സപ്പോർട്ട് ചെയ്തിട്ടല്ലേ ഇവർ മാരേജ് കഴിച്ചത്. അവർ കൂടി ആ കേസ് ഉള്ളതല്ലേ, ഒരു കുഞ്ഞു മോനുള്ളതല്ലേ. എല്ലാം ഒന്ന് ആലോചിച്ചാൽ മതിയായിരുന്നു ഇവർക്ക്. എന്താ പറയുക, ഭയങ്കര ഇത്. കാരണം നമ്മൾ ഒരിക്കലും ഈ ജീവിതം തുടങ്ങുമ്പോൾ ചതിക്കപ്പെടണമെന്നോ ഇങ്ങനൊരു കാര്യം ലൈഫിൽ വരുമെന്നോ ചിന്തിക്കാണ്ട് നല്ല സന്തോഷത്തോടെ ജീവിച്ച് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര ഒരു മോശമായിട്ടുള്ള, അത് നമുക്ക് അത്രയും നമുക്ക് റിക്കവർ ചെയ്താൽ വരാൻ പറ്റൂല സത്യം പറഞ്ഞെങ്കിൽ. എനിക്കിപ്പോൾ ഇത്രയും ഇത് ഉണ്ടായിട്ടും അവരങ്ങനെ കേസ് കൊടുത്തത് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം വരാറുണ്ട് സത്യം പറഞ്ഞാൽ. പിന്നെന്താ, ഇവള് വീഡിയോസ് ചെയ്യുന്നതൊക്കെ ഇവൾക്ക് ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായി മാനു. അത് അവൾ പറയുന്നുണ്ട് അവളുടെ ഭയം കൊണ്ട് മാനു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. അതും കൂടി ഞാൻ ജസ്റ്റ് ഇവിടെ കേൾപ്പിക്കുക. കാരണം വീഡിയോസ് മാനു ഫസ്റ്റ് ചെയ്ത് തുടങ്ങിയതാണ്. അവൾ അതിൽ രണ്ടാമത് ഒരുമിച്ച് വന്നിട്ട് അവരൊരുമിച്ച് ചെയ്യുന്നതാണ് വീഡിയോ. മാനു ഫോൺ കൊടുത്തതിന് ശേഷമാണ് അവൾ ഫോണിൽ വീഡിയോസ് പിന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങിയത്. ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു. എൻഗേജ്മെന്റ് കഴിഞ്ഞത്. അപ്പൊ ആ +1 +2 ഒക്കെ സമയത്ത് ഫുള്ള് ഐഫോണൊക്കെ തന്ന എനിക്ക് ഞാൻ സ്കൂളൊക്കെ കൊണ്ടുപോയിട്ട് ഓരോ കുട്ടികളെ കാണിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ റീൽസ് ടിക്ടോക്ക് ചെയ്തിട്ട്, അപ്പൊ റീൽസ് ഒന്നും ഇല്ലല്ലോ, ടിക്ടോക്ക് ഒക്കെ ചെയ്ത് ഭയങ്കര ഇതായി. അപ്പൊ കുട്ടികളൊക്കെ എന്നെ കാണുമ്പോ ആ ഒരു ലെവലിൽ നിൽക്കുക, നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടോ. മാനു ഫോൺ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷമാണ് ഇവള് റീൽസ് ചെയ്യുന്നത്. പിന്നെ പിള്ളേരൊക്കെ അങ്ങനെ കാണുന്നത് അങ്ങനെയൊക്കെ പറയണുണ്ട്. അവളുടെ ഭയം കൊണ്ടാ കേൾക്കണേ നമുക്ക് മനസ്സിലാവും. ബാക്കി എല്ലാ വോയിസും അവളുടെ വോയിസ് മാത്രം കേട്ടേക്കൊണ്ട് എല്ലാവർക്കും അവളുടെ വോയിസ് മനസ്സിലാവണല്ലേ. ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. എൻ്റെ നല്ല ചാറ്റുള്ള സമയത്ത് മാനുവിൻ്റെ അക്കൗണ്ടിൽ ഒരു ഇരുന്നിരുന്ന് കാല് വേനെടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ മുന്നേ ഫ്രണ്ട്സ് ആയിരുന്ന സമയത്ത് ഇവരുടെ രണ്ടാളുടെയും വീഡിയോസ് ഉണ്ട് ഇവരുടെ അക്കൗണ്ടിൽ. അപ്പം മുന്നേ ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവരുടെ വീഡിയോസ് കാണുമ്പോഴും എനിക്ക് ഒരു ദേഷ്യം ഉണ്ടായിട്ടില്ല, ഒരു ഇതും ഉണ്ടായിട്ടില്ല. റിഫ അവള് സ്വന്തമായിട്ട് താല്പര്യപ്പെട്ടിട്ടാണ് ഈ വിവാഹത്തിന് വന്നതെന്നും അതുപോലെ തന്നെ അവൾ സ്വന്തമായി താല്പര്യപ്പെട്ടിട്ടാണ് ഇതുപോലെ ഈ കോണ്ടന്റ് ക്രിയേഷനിലേക്കൊക്കെ വന്നതെന്നും കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൾക്ക് സ്വന്തമായിട്ട് ഫോൺ വാങ്ങിച്ചു കൊടുത്തു എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. അവൾ സ്വന്തമായിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നതെന്നൊക്കെ. പണ്ടൊക്കെ ഞാനിങ്ങനെ റീൽസ് കാണുന്ന സമയത്ത് വളരെയധികം ബ്രൈറ്റായിട്ട് നിന്നിരുന്ന ഒരു ഇൻസ്റ്റഗ്രാമറായിരുന്നു ആദ്യം റിഫ മെഹനു. പിന്നീടാണ് സ്ലോലി അതൊരു യൂട്യൂബിലേക്കൊക്കെ വന്ന് അവരുടെ ആ ഒരു സാമ്രാജ്യം കുറച്ചും കൂടെ വലുതായത്. അപ്പം അവരുടെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ചാനൽ ഇത്രയും ഡെവലപ്പ് ആകുന്നതിൽ ഒരു മെയിൻ റീസൺ എന്തായാലും റിഫയ്ക്കുണ്ട്. കാരണം റിഫ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുമായിരുന്നു. അവളുടെ നിഷ്കളങ്കമായിട്ടുള്ള ചിരിയും സംസാരമൊക്കെ കാണാൻ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു.
തുടക്കത്തിലൊക്കെ ഒരുപാട് വീഡിയോ ക്ലാരിറ്റി കുറവുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്ന അവർ പിന്നീട് അവർക്ക് കൊളാബറേഷൻസ് വരുന്നു. അതുപോലെ തന്നെ റിസോർട്ടിലും പല സ്ഥലങ്ങളിൽ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ മറ്റ് ഇൻഫ്ലുവൻസേഴ്സുമായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്തിട്ടൊക്കെ അവർ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ വൻ വിജയമായിട്ട് മുന്നോട്ട് പോവുമായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ദുബായിൽ പോയതും അവിടെ വെച്ച് ആകസ്മികമായിട്ട് നമ്മൾ റിഫയുടെ മരണത്തെക്കുറിച്ച് കേൾക്കുന്നതൊക്കെ. എന്താണെങ്കിലും ഇപ്പോഴത്തെ ഭാര്യ സഫയ്ക്ക് മെഹനാസിനോട് ഭയങ്കര സ്നേഹമുണ്ട് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. കാരണം ഭർത്താവിനെ വെളുപ്പിച്ചുകൊണ്ട് ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ തൻ്റെ ഭർത്താവിനെ ആളുകൾ കല്ലെറിയുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ഇതുപോലെ അവർ പ്രതിഷേധിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു പുരുഷനെ കുറ്റം പറയാൻ ഒരു സ്ത്രീയും സമ്മതിക്കില്ല. അതുപോലെ തന്നെ തിരിച്ചുണ്ടാവും. ആത്മാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാനും അവരെത്ര തന്നെ വെളുപ്പിക്കാനും തയ്യാറാവും എന്നുള്ളതാണ്. എന്താണെങ്കിലും ഒരു കുഞ്ഞുകൂടെ വരാനിരിക്കുന്ന അവരുടെ ഒരു ജീവിതം അത് കുറച്ചും കൂടെ നന്നാവട്ടെ എന്ന് മാത്രം നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഓൾറെഡി മെഹനാസ് ഈ ഒരു കേസിൽ ഒരുപാട് പബ്ലിക് അറ്റാക്കും സോഷ്യൽ മീഡിയ അറ്റാക്കും കാര്യങ്ങളൊക്കെ നേരിട്ടതാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല അവർക്കെതിരെയുള്ള അറ്റാക്ക് നിന്നിട്ടുണ്ട് എന്നുള്ളത്. അത് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ പോലും പ്രസക്തമല്ല. മെഹനാസ് പക്ഷേ ചെയ്തത് എന്താണെങ്കിലും തെറ്റായിരുന്നു. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പൊറുക്കുന്ന ആൾ പടച്ചവനാണല്ലോ. മെഹനാസിൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പടച്ചവൻ പൊറുക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുക്കട്ടെ അല്ലേ, അത്രേ നമുക്ക് പറയാൻ പറ്റൂ. എന്താണെങ്കിലും ഇനി അവിടെ നിന്നുള്ള ജീവിതമെങ്കിലും നമുക്ക് നല്ല രീതിയിൽ സഫയുമായിട്ട് മുന്നോട്ട് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വലിയൊരു ഇൻഫ്ലുവൻസേഴ്സാണ്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല റീച്ചും ഫെയിമൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇങ്ങനൊരു വീഡിയോ കൂടെ വന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഒരുപാട് പേര് സഫയുടെ ചാനൽ കാണാതെ എൻ്റെ വീഡിയോസ് വന്ന് അവരുടെ അപ്ഡേഷൻസ് അറിയുന്ന ആളുകളുണ്ട്. അപ്പം അവരുടെ വീഡിയോയിൽ ഇതുണ്ടല്ലോ പിന്നെന്തിനാ ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് ജസ്റ്റ് ഒരു മറുപടി പറഞ്ഞത് മാത്രം. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്താണ് ഇത് കണ്ടിട്ട് സഫ മെഹനുവിൻ്റെ വാദത്തിനോട് പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.